ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങളെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാൾ, അയാളുടെ അസാന്നിധ്യം ഞങ്ങളുടെ വേദിയിൽ, ഞങ്ങളുടെ സദസ്സിലുണ്ടായിരുന്നു. അയാൾ ഇല്ലായിരുന്നു. ആ ഇല്ലാതിരുന്ന ആ സുഹൃത്തിനെ പറ്റി ഞങ്ങൾ കുറെ മോശമായിട്ടൊക്കെ പറഞ്ഞു. ഇനി അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? ആ സന്ദർഭത്തിൽ ഗുരു അദ്ദേഹത്തോട്, ശിഷ്യനോട് കൊടുത്ത മറുപടി, ഒരു ചാക്ക് നിറയെ കുറച്ച് തൂവൽ കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിച്ചു. ആ ശിഷ്യൻ പെട്ടെന്ന് തന്നെ എവിടെന്നൊക്കെയോ ഒരു ചാക്ക് നിറയെ തൂവൽ ശേഖരിച്ച് ആ തൂവലുമായിട്ട് ഗുരുവിന്റെ മുന്നിലേക്ക് വന്നു. ഗുരു പറഞ്ഞു, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഉള്ളത്, ഇത് നഗരമധ്യത്തിൽ കൊണ്ടുവന്ന് വാരി വിതറണം, ഈ തൂവൽ. അദ്ദേഹം അതും അനുസരിച്ചു, തിരിച്ചു വന്നു. ഗുരു പറഞ്ഞു, ഇനി മൂന്നാമതൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ്, നീ പോയി ആ വിതറിയ മുഴുവൻ തൂവലുകളെയും വീണ്ടും ആ സഞ്ചിയിലാക്കി, ചാക്കിലാക്കിയിട്ട് തിരികെ വരാൻ പറഞ്ഞു. അദ്ദേഹം നഗരമധ്യത്തിലേക്ക് ചെന്ന് നോക്കുമ്പോ അദ്ദേഹം വാരി വിതറിയ തൂവലുകളിൽ വളരെ വിരളമാവുക എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവൂ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ചില തൂവലുകൾ ഒഴിച്ച് ബാക്കി ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കാറ്റത്ത് പാറി നടന്നു. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹം വളരെ സങ്കടത്തോടെ ഗുരുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഗുരു, നിങ്ങൾ പറഞ്ഞ 2 സ്റ്റെപ്പ് ഞാൻ ചെയ്തു, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാറി പറന്നു പോയില്ലേ? ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഇതുപോലെയാണ് അസാന്നിധ്യത്തിൽ ഒരാളെ പറ്റി നീ പറഞ്ഞ അപവാദം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത നീ പറഞ്ഞ വാക്കുകൾ. എന്നിട്ട് ഗുരു ഒരു ഉപദേശം കൊടുത്തു. പറയുന്നത് വരെ ഓരോ വേടുകളുടെയും വാക്കുകളുടെയും ഉടമ നമ്മളാ. ഇപ്പൊ ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാനാണ് ഉടമസ്ഥൻ. വാക്ക് എന്റെ അടിമയാണ്. എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ആ വാക്ക് നമ്മളുടെ ഉടമയും നമ്മൾ ആ വാക്കിന്റെ അടിമയുമായി മാറുന്നു. ഒരു വാക്ക് പിഴച്ചുപോയാൽ ആ വാക്കിന്റെ പേരിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വലിയ വില അത് വിവരണാതീതമാണ്. അതുകൊണ്ട് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നീ ചെയ്തത് എന്ന് ആ ഗുരു തന്റെ ശിഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അയ്യായയുടെ മണ്ണിൽ മഹാനായ സയ്യിദ് ഷാഹുൽ ഹമീദ് ജമലുല്ലൈലി തങ്ങൾ നേതൃത്വം നൽകുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാരെ ദീനിന്റെ പ്രബോധന വീചയിൽ സുന്നത്ത് ജമാഅത്തിന്റെ കറകളഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരാക്കി മാറ്റാനുള്ള പണിപ്പെടൽ, അതിന്റെ വർക്ക്ഷോപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, പള്ളികൾക്ക് ഒരു കുറവും വന്നിട്ടില്ല, നമസ്കാരത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല, നോമ്പുകൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല, ഹജ്ജിനും ഉംറയ്ക്കും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല, ഖുർആൻ ഷരീഫിന്റെ പാരായണത്തിനും മജ്ലിസുന്നൂറിനും ബുർദാ ഷരീഫിനും കുറവുകൾ സംഭവിച്ചിട്ടില്ല. ഒരു കാര്യത്തിനും ഒരു കുറവ് ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ മുസ്ലിം ഉമ്മത്തിൽ അപജയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഹുഖൂഖുൽ ആദമി, മാനുഷിക പരിഗണനകളാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹുഖൂഖുള്ള, പടച്ചവനോടുള്ള നമ്മുടെ ബാധ്യതകൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ കാണിക്കാറില്ല. സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ മാമരം കോച്ചുന്ന തണുപ്പത്ത് നമ്മുടെ ശരീരം ഇങ്ങനെ കോച്ച് കിടക്കുമ്പോ പോലും നമ്മൾ ചാടി എഴുന്നേറ്റ് നമ്മൾ ഉടൻ തന്നെ ആ പുതപ്പെടുത്തു മാറ്റിയിട്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് പള്ളിയിൽ ചെന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നവർ അള്ളാഹുവിനോടുള്ള ബാധ്യത സമ്പൂർണമായി നിറവേറ്റുന്നവരാണ്.
പക്ഷേ നിസ്കാരം കഴിഞ്ഞങ്ങോട്ട് പുറത്തിറങ്ങിയാൽ ഹുക്കൂക്കുൽ ആദമിൽ നമ്മൾ വിള്ളൽ വരുത്തുന്നു. പിന്നെ നമ്മൾ ഫസാദായി, ഫിത്നയായി, ഗീബത്തായി, നമീമത്തായി, പരദൂഷണമായി, ഇല്ലാത്തത് പറച്ചിലായി. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം സർവശക്തനോടുള്ള ഏതെങ്കിലും കടപ്പാടിലുള്ള വീഴ്ചകളല്ല, പടപ്പുകളോടുള്ള നമ്മുടെ ഇടപാടുകളിലെയും ഇടപെടലുകളിലൂടെയും ഉള്ള വീഴ്ചകളാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖമായി തന്നെ പറയുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനില് നായയെ പോലെയാണ് എന്ന് ഒരാളെ ഉപമിച്ചു. ആരെന്നറിയോ? നായയെ പോലെയാണ് എന്ന്. നായയുടെ പ്രത്യേകത എന്താ? ഐനുൻ നജസാൻ. ഐനുൻ നജസ്, 3 സൈസ് നജസ് ഉണ്ട്, നമുക്കറിയാലോ. ഒന്ന് കഠോരമായ നജസാണ്, അത് നായയും പന്നിയുമാണ് എന്ന് നമ്മളെ ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു മിഡിൽ ലെവലിലുള്ള നജസാണ്, അത് നമുക്കറിയാം. നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ള വിസർജ്യ വസ്തുക്കൾ, രക്തം, മദ്യം, ഇതുപോലുള്ള സംഗതികളാണ്. പിന്നെ ഒരു ലഘുവായ നജസുണ്ട്, 2 വയസ്സെത്താത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രം. അത് ഖഫീഫായ ലഘുവായ നജസാണെന്ന് ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ കഠോരമായ നജസ് ഏതാണ്? കഠോരമായ നജസ്, ലാസ്റ്റ് പറഞ്ഞ ചെറിയ ലഘുവായ നജസിന്റെ പ്രത്യേകത, കുറച്ച് വെള്ളം അങ്ങോട്ട് കുടഞ്ഞു കൊടുത്താൽ പ്രശ്നം പരിഹരിക്കപ്പെടാം. രണ്ടാമത് പറഞ്ഞ മിഡിൽ ലെവലിലുള്ളത്, അതിനെ കഴുകി അതിന്റെ മണവും നിറവും രുചിയും ഒക്കെ മാറണമെന്നല്ലേ നമ്മൾ പഠിച്ചത്. മൂന്നാമത് ആദ്യം പറഞ്ഞ ഏറ്റവും കഠോരമായ നജസിനെ, പട്ടിയെ നമ്മൾ ഡെറ്റോൾ കൊണ്ട് കുളിപ്പിച്ചാൽ അതിന്റെ നജസ് മാറുമോ? പന്നിയെ നമ്മൾ അതിനെ ഏറ്റവും നല്ല സാനിറ്ററൈസ് കൊണ്ട് അതിനെ ഒന്ന് കഴുകിയെടുത്താൽ അതിന്റെ നജസ് മാറുമോ? മാറൂല. ആ പട്ടിയും പന്നിയും എന്ന് പറയുന്നത് ഐനുൻ നജസാൻ. ആ ഐനുൻ നജസായ നായയെ പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉപമിച്ചത്. മസലുഹു കമസലിൽ കൽബ്, നായയെ പോലെയാണ് അവൻ എന്ന് പറഞ്ഞത്. ബൽആം ഇബ്നു ബഊറ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനെ സംബന്ധിച്ചാൽ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനെ സംബന്ധിച്ചാണ് നായയെ പോലെയാണെന്ന് പറഞ്ഞത്. അതിന് കാരണമുണ്ട്. വത്തബഅ ഹവാഹു വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി, അവന് ആദർശത്തെക്കാൾ ആമാശയം വലുതായി അവൻ കണ്ടു. അതുകൊണ്ട് അള്ളാഹു അവനെ നായയെ പോലെയാണെന്ന് പറഞ്ഞു. അത്രയല്ലേ അള്ളാഹു തആല പറഞ്ഞുള്ളൂ. രണ്ടാമത് വേറൊരു സ്ഥലത്ത് അള്ളാഹു തആല ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് അമല് ചെയ്യാത്ത ആളുകൾ, ഇഷ്ടം പോലെ വിജ്ഞാനം നമ്മൾ കരഗതമാക്കി, പക്ഷെ അത് തന്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാത്തവനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് കമസലിൽ ഹിമാരി എന്നാണ്. അവന് കഴുതയെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഏടുകൾ ചുമക്കുന്നുണ്ട്. കഴുതയെ അയ്യായയുടെ കോളേജിന്റെ മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് അതിന്റെ പുറത്ത് വിശുദ്ധ ഖുർആനും സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും അബൂദാവൂദും തുർമുദിയും ഇബ്നു മാജയും നസായിയും സിഹാഹു സിത്തയും തൊബറാനിയും തഹാവിയും ഇതെല്ലാം എടുത്തങ്ങോട്ട് തലയിൽ വെച്ചു കൊടുത്താൽ അത് ചുമന്നോണ്ട് പോകും. തിരൂര് വേണമെങ്കിൽ, തിരുനാവയിൽ വേണമെങ്കിൽ, താനൂര് വേണമെങ്കിൽ, കുറ്റിപ്പുറത്ത് വേണമെങ്കിൽ, വൈലത്തൂര് വേണമെങ്കിൽ, എവിടെ വേണോ ഈ കഴുത ചുമക്കും. പക്ഷെ കഴുതയ്ക്ക് അറിഞ്ഞൂടാ ഇത് ലോകം കണ്ട എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഈ സിഹാഹു സിത്തയാണ് തന്റെ തോളത്തിരിക്കുന്നതെന്ന് കഴുതയ്ക്ക് അറിഞ്ഞൂടാ. അതേ അവസ്ഥയാണ് ചില കഴുതകൾക്ക്. എത്ര പഠിച്ചാലും പഠിച്ചത് അമല് ചെയ്യൂല. അങ്ങനത്തെ വിഭാഗത്തിനെ പോലും അള്ളാഹു പരിചയപ്പെടുത്തിയത് കഴുതയെ പോലെ എന്നാണ്. പക്ഷേ നിങ്ങൾക്കറിയണോ, കഴുതയെ പോലെയാണെന്ന് പറയുന്നതിനേക്കാൾ, നായയെ പോലെയാണെന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സഹോദരങ്ങളെ, ആദ്യം പറഞ്ഞത് ദുനിയാവിന്റെ പൂജകരായ ആളുകളെ സംബന്ധിച്ച് നായയാണെന്ന് പറഞ്ഞത് അത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാ. രണ്ടാമത് പരിചയപ്പെടുത്തിയത് പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാ. അവനെയാണ് കഴുതയെ പോലെയാണെന്ന് വിശദീകരിച്ചതെങ്കിൽ, ഇവിടെ മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദര സഹോദരിമാരെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലാഹു തആല ഒരാളെ ഉപമിച്ചത് എങ്ങനെയാണെന്നറിയോ? അയുഹിബ്ബു അഹദുക്കും മയഅകുല ലഹമ അഖീഹി മൈതാ,
അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹമ അഖീഹി മൈതാ. നിങ്ങളുടെ സ്വന്തം സഹോദരൻ, നിങ്ങളുടെ കൂടപ്പിറപ്പ്, നിങ്ങളുടെ മനുഷ്യനായ നിങ്ങളുടെ സഹോദരന്, ആ സഹോദരന്റെ പച്ച ശരീരത്തെ, അവന്റെ മാംസളമായ ശരീരത്തിന്റെ ഭാഗത്തെ മുറിച്ചിട്ട് ആ മുറിച്ചെടുത്ത ശരീരത്തിന്റെ ഭാഗം നിങ്ങൾ പച്ചക്കിരുന്ന് കഴിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നിട്ട് അല്ലാഹു തന്നെ പറയുകയാണ്, ഫകരിഹ്തുമൂ, അത് നിങ്ങൾക്ക് വല്ലാത്ത ഇറിറ്റേഷനാണ്, വെറുപ്പാണ്, അത് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. എന്നാൽ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം, അവനുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു തആല കഴുതയെ പോലെയാണ്, നായയെ പോലെയാണെന്ന് പറഞ്ഞ ഖുർആൻ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അല്ലാഹു പറഞ്ഞത് അതിനേക്കാൾ കഠോരമായ മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നുന്നതിനോടെയല്ലേ, മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നുന്നവനെ പോലെയാണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അയ്യായയിലെ, അതല്ലെങ്കിൽ തിരുനാവായിലെ, തിരൂരിലെ, താനൂരിലെ, വൈലത്തൂരിലെ, കുറ്റിപ്പുറത്തെ, മലപ്പുറത്തെ ഏതെങ്കിലും ഒരു പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് പടച്ചവനെ ലബ്ബൈക വസഅദൈക, പടച്ചവനെ ഇതാ വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന വിളി വന്നപ്പോൾ ലബ്ബൈക വസഅദൈക, ഞാനിതാ വന്നിരിക്കുന്നു പടച്ചവനെ, നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാം, നിന്റെ മുന്നിൽ നമ്രശിരസ്കരാകാം, നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് റുകൂഇൽ കിടക്കാം, ഞാനിതാ വരുന്നു തമ്പുരാനെ. ഒരു മടിയുമില്ലാതെ പോകുന്ന മലപ്പുറത്തുകാരാ, തിരൂരുകാരാ, താനൂരുകാരാ, അല്ലാഹുവിനോടുള്ള സകല കടമകളും കടപ്പാടുകളും പാലിക്കുന്നവരെ, പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, തൊട്ടപ്പുറത്തുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ എത്രയോ വിള്ളൽ വീണിട്ടുണ്ട്. കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവരില്ലേ, പരദൂഷണം പറഞ്ഞ് പച്ചയിറച്ചി തിന്നുന്നവരില്ലേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റുകാരില്ലേ, ഒറ്റുകൊടുക്കുന്നവരില്ലേ, കൂടെ പറപ്പിനെ പോലും ചതിക്കുന്നവരില്ലേ. ആ ഒരു നിലയിലേക്ക് ഒരു മനുഷ്യന് എത്തപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ ജീവനോടെ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ മാംസളമായ ഭാഗം മുറിച്ചെടുത്തിട്ട് അവൻ ഇരുന്ന് തിന്നുന്നവനെ പോലെയാണ് വിശുദ്ധ ഖുർആൻ ഒരാളെ പരിചയപ്പെടുത്തിയതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ 6660 ചില്ലുവാനമായത്തുകൾ നിങ്ങളെന്നെടുത്ത് പരിശോധിക്കുമോ? 114 അധ്യായങ്ങൾ നിങ്ങളെന്നെടുത്ത് പരിശോധിക്കുമോ? ഖുർആനിന്റെ എൻസൈക്ലോപീഡിയ നിങ്ങളെന്ന് പരിശോധിക്കുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ സദസ്സുകളിൽ പോയിരുന്നിട്ട് നിങ്ങൾ ആ പ്രസംഗമെന്ന് കേൾക്കുമോ? വിശുദ്ധ ഖുർആനിൽ പടച്ചവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പ്രത്യേകം വിളിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ലെന്നറിയോ? ഓ മനുഷ്യരെ എന്ന് വിളിച്ച 20 ആയത്തുകൾ ഖുർആനിലുണ്ട്. ഖുർആനിലെ 20 സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സംസാരിക്കുന്നുണ്ട്. അത് മനുഷ്യരെ എന്നാണ്. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ജൂതന്മാരും അതുപോലെ തന്നെ ബുദ്ധന്മാരും ജൈനന്മാരും പാഴ്സികളും മതമുള്ളവരും മതമില്ലാത്തവരും ആണുങ്ങളും പെണ്ണുങ്ങളും വലിയവരും ചെറിയവരും എല്ലാവരും ഉൾപ്പെടുന്ന വിളിയല്ലേ ഓ മനുഷ്യരെ എന്ന വിളി. അത് 20 സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഖുർആനില്. 89 സ്ഥലങ്ങളിൽ അല്ലാഹു വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ. അത് ലോകത്തുള്ള ഈമാനുള്ളവരെ മാത്രം വിളിച്ച കാര്യമാ, അത് ലോകത്തുള്ള വിശ്വാസികളോട് മാത്രമുള്ള സംബോധനയാ. എന്നെ കേൾക്കുന്നവരെ, ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുമോ? 5 സ്ഥലങ്ങളിൽ യാ ബനി ആദം എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. അത് ആദമിന്റെ മക്കളോടാണ്. എല്ലാവരും ആദമിന്റെ മക്കൾ തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആണുങ്ങളെ പ്രത്യേകം വിളിച്ചു, സ്ത്രീകളെ പ്രത്യേകം വിളിച്ചു പറയേണ്ട കാര്യമില്ല. എല്ലാവരെയും ടോട്ടലി ചെയ്ത് പടച്ച തമ്പുരാൻ അല്ലാഹു തആല വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും അല്ലാഹു തആല ഒരേപോലെ വിളിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്നാ നിങ്ങൾ ചിന്തിക്കണേ, അല്പമെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഈമാനിന്റെ ആവേശത്തിന്റെ അലകടൽ സൃഷ്ടിക്കാൻ, ഈമാനിന്റെ കണിക അവശേഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അയ്യായയിലെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട ദീനീ ബോധമുള്ള മതബോധമുള്ള ചെറുപ്പക്കാരാ, എന്നെ കേൾക്കാൻ വേണ്ടി കിട്ടും സംബോധന ചെയ്യാതെ തന്നെ അല്ലാഹു തആല സംസാരിച്ചതായി നമുക്ക് കാണാൻ കഴിയും.
നേരെ മറിച്ച് പടപ്പുകളുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിഷയങ്ങൾ, മുഴുവൻ വിഷയങ്ങൾ അല്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സ്ത്രീകളെ പ്രത്യേകം വിളിച്ച് പുരുഷന്മാരെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നും സൂറത്തുൽ ഹുജറാത്തിലെ ഒരു ആയത്താണ്, ഒരു പുരുഷനും മറ്റൊരു പുരുഷനെ അധിക്ഷേപിക്കാൻ പാടില്ല, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ലാഹു തആല ആണ് പെണ്ണിനെ പ്രത്യേകമായി എടുത്ത് സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ നിരോധനം വന്നത്. ഇവിടെ നമുക്ക് തിരിച്ചറിയാതെ പോയൊരു കാര്യമുണ്ട്. നിസ്കാര സമയം എല്ലാവർക്കും വളരെ കൃത്യമാണ്. സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട് സുബഹിന്റെ ബാങ്കിന്റെ ടൈം ഇതാണ്. ലൊഹറിന്റെ സമയം വളരെ കൃത്യമാണ്. മഗ്രിബിന്റെ സമയവും അസ്റിന്റെ സമയവും ഇശാഇന്റെ സമയവും തഹജ്ജുദിന്റെ സമയവും റക്അത്തുകളുടെ എണ്ണവും വളരെ കൃത്യമായി എല്ലാ ആളുകൾക്കും അറിയാം. അവരത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്, അതിൽ ജാഗ്രതയുള്ളവരാണ്. പക്ഷേ ഒരിക്കൽ ഒരു ശിഷ്യനോട് ഗുരു ചോദിക്കുകയുണ്ടായി, പകല് തീർന്നു രാത്രി തുടങ്ങി എന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക? പകല് തീർന്നു രാത്രി തുടങ്ങി എന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ആ സമയത്ത് ശിഷ്യന്മാരിൽ ഒരാൾ എഴുന്നേറ്റു പറഞ്ഞു, ദൂരെ നിൽക്കുന്ന മൃഗം അത് പശുവാണോ അതല്ല കുതിരയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് പകല്. അത് തിരിച്ചറിയാതിരിക്കലാണ് രാത്രിയുടെ ആരംഭം എന്ന് ആ ശിഷ്യൻ പറഞ്ഞപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റു പറഞ്ഞു, അല്ല, ദൂരെ നിൽക്കുന്ന ഒരു വൃക്ഷം അത് മാവാണോ പ്ലാവാണോ എന്ന് തിരിച്ചറിയുന്ന ആ ഒരു സമയമാണ് പകല്. തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ അത് വളരെ അജ്ഞതയിലാകുമ്പോഴാണ്, അത് നമുക്ക് കണ്ണിന് പിടിക്കാതെ വരുമ്പോഴാണ് രാത്രിയാവുന്നത് എന്ന് ഒരു ശിഷ്യൻ പറഞ്ഞു. ആ സമയത്ത് ഗുരു രണ്ടുപേരെയും തിരുത്തിയിട്ട് പറഞ്ഞത്, അപ്പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഒന്ന് കയറിയിരിക്കാം. ആ ഗുരു ശിഷ്യനോട് പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞത് അങ്ങനെയല്ല. ഒരു പുരുഷനിൽ നിങ്ങളൊരു സഹോദരനെ കാണുമ്പോഴാണ്, ഒരാളിൽ, ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളാണ്, ഞാനും നിങ്ങളും തമ്മിൽ വൈവാഹിക ബന്ധങ്ങളോ മൂലകുടി ബന്ധമോ രക്തബന്ധമോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങൾ എന്നിൽ ഒരു സഹോദരനെ കാണുക എന്നതാണ് പകൽ എന്ന് പറയുന്നത്. ഒരു പെണ്ണിനെ നമ്മൾ കാണുമ്പോൾ അതിൽ ഒരു സഹോദരിയെ നമുക്ക് കാണാൻ പറ്റലാണ്. പ്രിയപ്പെട്ടവരെ, പകലായി ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുക. സ്വന്തം സഹോദരനെ സഹോദരനായി കാണാൻ കഴിയാതിരിക്കുകയും ഒരു സഹോദരിയെ സ്വന്തം സഹോദരിയായി കാണാതിരിക്കാൻ അല്ലെങ്കിൽ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ പകൽ സൂര്യൻ എത്ര ഉദിച്ചതിന്റെ താപം വിസർജിച്ചാലും അത് ഇരുൾ മൂടിയ അന്തരീക്ഷമാണ് എന്ന് ഗുരു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം നമുക്ക് മാനുഷിക പരിഗണനയെ സംബന്ധിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. അള്ളാഹു മനസ്സിലാക്കാൻ, പഠിക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മിസ്യൂസ് ചെയ്യാതിരിക്കുന്നിടത്തോളം ഞാനൊരു കാര്യം പറയാൻ, നമ്മളതിനെ ഒരിക്കലും അതൊരു അവസരമായിട്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു, നിസ്കാരം നമ്മളിൽ നിന്ന് ചിലപ്പോഴൊക്കെ വീഴ്ചകൾ സംഭവിച്ചു പോയാൽ ഗഫൂർ റഹീമായ അല്ലാഹ് പൊറുക്കും. അല്ലാഹ് പൊറുക്കും. അത് നിസ്കാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നോമ്പ് പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ അള്ളാഹു അതങ്ങ് പൊറുക്കും. ഹജ്ജിന്റെ വിഷയവും അങ്ങനെ തന്നെ. അവനോട് ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും അതെല്ലാം പടച്ചതമ്പുരാൻ അങ്ങ് വിട്ടുവീഴ്ച ചെയ്യുമെന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾ ഒരിക്കൽ പോലും പടച്ചതമ്പുരാന് പുറത്തു തരുന്നതല്ല. ഏതെങ്കിലും ഒരു സഹോദരന് നമ്മൾ അപവാദം പറഞ്ഞാൽ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നടന്നാൽ, അത് സംഘടനയുടെ പേരിലാണെങ്കിലും ശരി, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ശരി, അത് കുടുംബത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഏത് വിഷയത്തിലാണെങ്കിലും പോലും ഒരാളെ പറ്റിയിട്ട് നമ്മൾ അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളെ മോശമായി പറഞ്ഞാൽ അയാൾ പൊറുക്കുന്നത് വരെ
അല്ല പൊറുക്കൂല. വിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകളുണ്ടത്രേ. ആ 3 ആയത്തുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ആയത്തുകൾ 3ഉം 2 കാര്യങ്ങൾ അല്ലാഹു ചേർത്ത് പറഞ്ഞതാ. ഒന്ന് ഒരു വിഷയത്തോട് മറ്റൊരു വിഷയത്തെ ചേർത്ത് പറഞ്ഞ 3 ആയത്തുകൾ ഖുർആനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകൾ 3 ഒരു കാര്യം അടുത്ത കാര്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാ. ഒരു കാര്യം ഇല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടാവുകയില്ല. ഒരു കാര്യം സ്വീകരിക്കപ്പെടാതെ മറ്റൊന്ന് സ്വീകാര്യമല്ല. ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അതിനോട് ചേർന്ന് പറഞ്ഞ കാര്യത്തിനും വീഴ്ച തന്നെയാണ്. അങ്ങനത്തെ 3 ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഏതാണ് ആയത്തെന്നറിയോ? അല്ലാഹു പരിചയപ്പെടുത്തുന്നു അഖീമുസ്സലാ വആത്തുസ് സകാ. 3 ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്ത് ഇതാണ്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുകയാണ് അഖീമുസ്സലാ വആത്തുസ് സകാ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. വആത്തുസ് സകാ, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീടുക. പ്രിയപ്പെട്ടവരെ, ഒരു ആയത്ത് ഇതാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് പടച്ചതമ്പുരാൻ അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഒന്ന് നമസ്കാരത്തിന്റെ വിഷയമാണ്, അടുത്തത് സക്കാത്തിന്റെ വിഷയമാണ്. ഒന്ന് അല്ലാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒന്ന് അടിമകളുമായി ബന്ധപ്പെട്ടതാണ്. നിസ്കാരം അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന കാര്യമാ. എന്നാൽ സക്കാത്ത് പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? സഹോദരങ്ങളെ, ഈ അടുത്തടുത്ത് പറഞ്ഞ ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഒന്ന് മറ്റൊന്നിന്റെ പൂരകമാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലാതെ പടച്ചവന് സക്കാത്ത് വേണ്ട. മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ജീവിത ശൈലി പുലർത്തുന്ന ഒരാള് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തില്ലെന്നിരിക്കട്ടെ, അവന്റെ നിസ്കാരം അല്ലാഹു തആല അവന്റെ നിസ്കാരം ഒഴിവാക്കിയിട്ട് പടപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്നവന് ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കാരമില്ല. പക്ഷേ എവിടെയാണോ സങ്കടപ്പെടുന്ന കുടുംബമുള്ളത്, എവിടെയാണോ കെട്ടിച്ചേക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ടവരുള്ളവര്, എവിടെയാണ് പട്ടിണി കിടക്കുന്ന കുടുംബമുള്ളത്, അവിടെയെല്ലാം സാമ്പത്തിക സഹായം നൽകുന്ന ആളുകളാ. പക്ഷേ 5 നേര നിസ്കാരം അവന്റെ ജീവിതത്തിലില്ല. എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന അവന് നിസ്കാരമില്ലെങ്കിൽ ആ സക്കാത്ത് പടച്ചവന് വേണ്ട. അതേപോലെ തിരിച്ചും നിങ്ങളൊന്ന് ചിന്തിക്കണേ. പരസ്പരം പൂരകമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ. 2ഉം പരസ്പരം പൂരകങ്ങളാണ്. 5 നേര പള്ളികളിൽ നമസ്കരിക്കുന്നവനാ, പക്ഷേ പാവങ്ങളുടെ വിഷയത്തിൽ ഇടപെടാത്തവനാ. സക്കാത്ത് കൊടുക്കാത്തവനാണ്. പട്ടിണി കിടക്കുന്ന പാവങ്ങളെ മൈൻഡ് ചെയ്യാത്തവനാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവര് യാതൊരു നിലയിലുമുള്ള സഹായം നൽകാത്തവനാ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാ പറയുകയാണ്, അവന്റെ നമസ്കാരം അല്ലാഹു വേണ്ട, സക്കാത്തില്ലാത്തവന്റെ നിസ്കാരം അല്ലാഹു വേണ്ട, അതുപോലെ നിസ്കാരമില്ലാത്തവന്റെ സക്കാത്തും അല്ലാഹുവിന് വേണ്ട. അതുപോലെ വിശുദ്ധ ഖുർആൻ രണ്ടാമത് പരിചയപ്പെടുത്തിയ ആയത്ത് ഏതെന്നറിയോ? അനിഷ്കുർലി വലിവാലിദൈക, അനിഷ്കുർലി വലിവാലിദൈക. ഓ മനുഷ്യ, എനിക്ക് നീ നന്ദി കാണിക്കണേ, എനിക്ക് നീ നന്ദി രേഖപ്പെടുത്തണേ. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി രേഖപ്പെടുത്തണേ. ഇത് സഹോദരങ്ങളെ ഖുർആനിലെ 2ാമത്തെ ആയത്താണ്. ഈ 2 കാര്യങ്ങൾ പരസ്പര പൂരകങ്ങളാ. ഒന്നൊന്നോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണ് ശുക്ർ, രണ്ടാമത്തേത് പടപ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. ഉമ്മയും ബാപ്പയും അനുസരിക്കുന്ന വിഷയമാ. അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നില്ലാതെ മറ്റതല്ലാഹു വേണ്ട. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്ന അവന്റെ ഇഅ്തികാഫ് പടച്ചോന് വേണ്ട.
അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവരെ, മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ, അവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തുന്നവരെ, നിങ്ങളുടെ ശുക്ർ അല്ലാഹു വേണ്ടത്രേ. എന്നാൽ ചിലരുണ്ട് മാതാപിതാക്കളോട് പ്രിയം വെക്കുന്നവരാ, അവർക്ക് വേണ്ട എല്ലാം നന്ദിയും കടപ്പാടുകളും നിർവഹിക്കുന്നവരാ, പക്ഷെ പടച്ചവന് ശുക്റില്ലാത്തവരാ. എന്നാൽ ആ ശുക്റും അല്ലാഹു വേണ്ട. ഇതാണ് രണ്ടാമത്തെ ആയത്തൊന്ന് പടച്ചവനും മറ്റു പടപ്പുകളുമായി ബന്ധപ്പെട്ടതാ. ഇനി മൂന്നാമതൊരായത്ത് കൂടിയുണ്ട്. ഏതെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം, റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണേ. ഇതെന്റെ സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണ് ഇത്താഅത്തുല്ലാഹ്, രണ്ടാമത്തേത് ഇത്താഅത്തു റസൂൽ, പടപ്പുമായി ബന്ധപ്പെട്ടതാ. അല്ലാഹുവിനെ വഴിപ്പെടുന്നവർ റസൂലുള്ളാഹിനെ വഴിപ്പെടുന്നില്ല. നമ്മുടെ കാലഘട്ടത്തിന്റെ നവീനവാദികൾ പറയാറുണ്ടല്ലോ, അല്ല എന്തു പറഞ്ഞു ഞാൻ അനുസരിച്ചോളാം, അല്ല അല്ലാത്ത ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. പോരാ, പടച്ചതമ്പുരാ എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അവൻ അനുസരിക്കാനാ. അതേ അനുസരണ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നത് വരെ നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനോടുള്ള ഇത്താഅത്ത് പൂർത്തിയാക്കുന്നവരല്ല. ഇനി ചില ആളുകളുണ്ട്, റസൂൽ എന്ത് പറഞ്ഞാലും അനുസരിക്കും, പക്ഷെ അല്ല പറയുന്നത് അനുസരിക്കൂല. അതും അല്ലാഹു വേണ്ട. ഇങ്ങനെ മൂന്ന് ആയത്തുകളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ, ഒന്ന് പടപ്പിനോടും മറ്റത് പടച്ചവനോടും ബന്ധപ്പെട്ട കാര്യങ്ങളാ. അതുകൊണ്ട് പടപ്പിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാതെ പടച്ചവന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്നവരെ ഇല്ല. പടച്ചവന് നമ്മുടെ ഇബാദത്തുകൾ ഒന്നും വേണ്ട. അതുകൊണ്ട് 5 നേരം പള്ളിയിൽ പോകുന്നവർ കാണിക്കുന്ന ജാഗ്രത, പ്രിയപ്പെട്ടവരെ, അപ്പുറത്തെ വീട്ടിലെ പാവപ്പെട്ടവനോട് നമ്മൾ കാണിക്കുന്നത് വരെ ഹജ്ജിന് പോകാനുള്ള താല്പര്യം, ഹജ്ജിന് പോകാനുള്ള താല്പര്യം, ഉംറ ചെയ്യാനുള്ള ത്യാഗ മനസ്ഥിതി ഉണ്ടല്ലോ, അത് നമ്മുടെ കൂടപ്പിറപ്പുകൾ സങ്കടപ്പെടുമ്പോൾ അവരുടെ വിഷയത്തിൽ ഇടപെടുന്നത് വരെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പരാജയം അല്ലാഹുവിനോടുള്ള ഹഖൂഖുകൾ പാലിക്കാത്തതല്ല, മറിച്ച് അല്ലാഹുവിന്റെ അടിമകളോടുള്ള വീഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ അങ്ങനെയൊക്കെ അള്ളാഹുവിനെ മാത്രം മതി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ എന്റെ റബ്ബിനെ അനുസരിച്ചോളാം, എന്റെ റബ്ബ് എന്ത് പറയുന്നു ഞാനത് അംഗീകരിച്ചോളാം, പടപ്പുകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്റെ അയ്യായയിലെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രക്ഷപ്പെടാൻ പറ്റുമെന്ന്?